സഭാ ശുശ്രൂഷകൻ, സഭയിലെ സെക്രട്ടറി, പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ ശോധന ചെയ്യുവാൻ ഒരവസരം ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ മഹാകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുഖവുര കൂടാതെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി വചനത്തിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ഒരു ശീലമായി ഞാൻ പരിശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പാട്ടുകൾ കേട്ട് പാട്ടിൻ്റെ താളം നഷ്ടപ്പെട്ട് ഇനിയെന്ത് പാട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കൊച്ചു പാട്ടുകാരനല്ലെങ്കിലും ഞാൻ പാടി എൻ്റെ ഒരാശ്വാസത്തിന് ഞാൻ പാടട്ടെ. സാധാരണ പ്രോഗ്രാമിലൊക്കെ പറയാറുണ്ട്, ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായി കൈയടിക്കണമെന്ന്. പാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കൈയടിക്കേണ്ട, പാടുമ്പോൾ കൈയടിക്കുക. അതാണ് എനിക്കുള്ള പ്രോത്സാഹനം. പാടിക്കഴിഞ്ഞിട്ട് കൈയടിക്കേണ്ട, പാടുമ്പോൾ കൈയടിക്കുക. കൈയടിക്കാൻ പറ്റുന്ന പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആത്മപരിശോധനയ്ക്ക് യോഗ്യമായ പാട്ടുകളാണ് എനിക്കിഷ്ടം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന പാട്ടുകളാണ് എനിക്കിഷ്ടം. ശ്രദ്ധിക്കുക, കൈയടിക്കാൻ പറ്റുന്ന പാട്ടുകളാണ് എനിക്കിഷ്ടം. ആത്മശോധനയ്ക്ക് ഇടയാക്കുന്ന പാട്ടുകളാണ് എനിക്കിഷ്ടം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന പാട്ടുകളാണ് എനിക്കിഷ്ടം. ഈ അടുത്ത കാലത്ത് വളരെ പഴയ പാട്ട്, അടുത്ത കാലത്തൊരു പാട്ട് ഞാൻ പഠിച്ചു കേട്ടു. അത് പാടി കേട്ടതിൻ്റെ താളത്തിനൊത്തവണ്ണം ഈണത്തിനൊത്തവണ്ണം പാടി നിങ്ങളെ രസിപ്പിക്കാനുള്ള ഭാഷാചാതുര്യവും ഗാനശുദ്ധിയും ഒന്നും എനിക്കില്ലെങ്കിലും എൻ്റെ തൊണ്ടയ്ക്കനുസരിച്ച് പാടുന്നതാണ് എനിക്കിഷ്ടം. ഒരിക്കലും ഒരു കുയിലിൻ്റെ പാട്ട് കേട്ട് ഒരു കാക്ക സന്തോഷിച്ച് ചിറകടിക്കാറില്ല. ഒരു കാക്ക സന്തോഷിച്ച് ചിറകടിക്കുന്നത് അതിൻ്റെ കുഞ്ഞിൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ്, അതെത്ര വികൃതമായാലും. ആത്മീക മണ്ഡലത്തിലെ എൻ്റെ വിശ്വാസവും അത് തന്നെയാണ്. പാടാൻ കഴിയില്ലെങ്കിലും എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അതെ, എൻ്റെ കർത്താവിനൊരു ആനന്ദമുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. തേടി വന്നു ദോഷിയാം എന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാൻ എളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി, ഇത്രയും സ്നേഹം ഉയിർക്കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ശോണിതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ, ആണിപ്പഴുതുള്ള പാണികളാലെന്നെ, ആണിപ്പഴുതുള്ള പാണികളാലെന്നെ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, ഘോഷിപ്പിക്കാം പദ്യവചനമക്ഷീരത്താലെന്നെ, ഘോഷിപ്പിക്കാം പദ്യവചനമക്ഷീരത്താലെന്നെ,
നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽ ശൈലയിൽ കിടത്തിടുന്നോനെ പച്ചപ്പുൽ ശൈലയിൽ കിടത്തിടുന്നോനെ കേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ കേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച ദൈവിക നന്മയുടെയും ദൈവിക കൽപ്പനയുടെയും ശബ്ദം കേൾക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഇട നൽകണമേ. ഈ ശബ്ദം ആരെല്ലാം കേൾക്കുന്നുവോ അവരുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അവരുടെ ജീവിതത്തിന് ആവശ്യമായ സകല നന്മകളും സകല രൂപാന്തരങ്ങളും സകലവിധമായ ദൈവിക വാഗ്ദത്തങ്ങളും ഈ ആരാധനയിൽ അനുഭവിപ്പാനിടയാക്കണമേ. സകല അന്തരീക്ഷങ്ങളെയും അവിടുത്തെ നിയന്ത്രണത്തിൽ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കും നല്ല പിതാവേ, ആമേൻ. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. ആരാധനയ്ക്കായുള്ള ഒരു പുറപ്പാട്. ആരാധനയ്ക്കായുള്ള ഒരു പുറപ്പാട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്നതിന് മുൻപ് ചിലതിൽ നിന്നെല്ലാം പുറപ്പെടേണ്ട, വിട്ടുപിരിയേണ്ട, മാറി ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈ ആരാധനയ്ക്ക് വേണ്ടി നാം കടന്നു വരുമ്പോൾ ഏതെല്ലാം ജീവിത അവസ്ഥകളിൽ നിന്നും നാം വിട്ടുപിരിയണം എന്ന് തിരുവചനത്തിലൂടെ ചിലത് ചിന്തിച്ച് 9 മണിക്ക് മുൻപ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും ഭയപ്പെടേണ്ട. 9 മണിക്ക് മുമ്പ് തന്നെ, മാക്സിമം 9 മണി, അതിനപ്പുറം 1 സെക്കൻഡ് പോലും പോകില്ല. 9 മണിക്ക് മുമ്പ് തന്നെ അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു. ദൈവത്തെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ച ആദ്യ ആരാധനയുടെ അനുഭവമാണ് ഇവിടെ. എന്നാൽ ഈ ആരാധനയുടെ ഈ സ്ഥാനത്ത് അബ്രാം എത്തുന്നതിന് മുൻപ് അബ്രാമിന്റെ ജീവിതത്തിൽ ചില പുറപ്പാടുകളിലൂടെ താൻ വിട്ടുപോയി ഈ സ്ഥലത്ത് എത്തേണ്ടി വന്നു. അതിനു വേണ്ടിയാണ് വേദഭാഗം വായിച്ചപ്പോൾ 11-ാം അധ്യായം 27 മുതൽ ഉള്ള ഭാഗം നമ്മൾ വായിച്ച് കേട്ടത്. നാം വേദപുസ്തകത്തിൽ ആ വാക്യം ആരംഭിച്ചിരിക്കുന്നത് തേരഹിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ, തേരഹ് ജീവിച്ചിരുന്നത് ആദാമിന് ശേഷം 18-ാമത്തെ തലമുറയിലാണ് ഈ തേരഹ് ജീവിച്ചിരുന്നത്. ഇത്രയും തലമുറകളായി അവർ കടന്നു വന്നിട്ടും വെറും 3 വ്യക്തികളെ കുറിച്ച് മാത്രമേ വംശപാരമ്പര്യം ഇത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്
ആദാമിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, തുടർന്ന് ഒത്തിരി ആളുകൾ ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. ഈ ക്രമത്തിൽ ഒരു വംശപാരമ്പര്യം വ്യക്തമാക്കാതെ കടന്നുപോയി. അതിനുശേഷം 8ാമത്തെ തലമുറയിൽ വന്നപ്പോൾ നോഹയെക്കുറിച്ച് പറഞ്ഞു. നോഹയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, അവിടെ വംശപാരമ്പര്യം പറഞ്ഞപ്പോൾ തലമുറകളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നോഹയെ സംബന്ധിച്ചിടത്തോളം, അവിടെ നോഹയെ സംബന്ധിച്ചിടത്തോളം വംശപാരമ്പര്യം പറഞ്ഞിരിക്കുന്നത് അവനായിരുന്ന സാഹചര്യത്തിൽ നോഹ എങ്ങനെ ജീവിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നോഹയുടെ വംശപാരമ്പര്യം പറഞ്ഞിരിക്കുന്നത്. അതിനെ വേദപുസ്തകത്തിൻ്റെ ചരിത്രപരമായ പഠനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ അരമണിക്കൂർ കൊണ്ട് ഒന്നും ആകത്തില്ല. നമ്മുടെ വിഷയത്തെയും പ്രവേശിപ്പിക്കാൻ കഴിയത്തില്ല. അതിനുശേഷം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 8 തലമുറകൾക്ക് ശേഷം തേരഹിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ, ബാക്കിയുള്ള എല്ലാ ആളുകളെ കുറിച്ചും പറയുമ്പോൾ അവർ ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്നതിൽ കവിഞ്ഞിട്ട് ഒരു വംശപാരമ്പര്യങ്ങളെ കുറിച്ചും പറയുന്നില്ല. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാകുന്നത് എന്തിൽ ആണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെ പറയുന്നില്ല. എന്തുകൊണ്ട് ഈ 18ഓളം തലമുറകളെ കുറിച്ച് പറഞ്ഞിട്ട് വെറും 3 വ്യക്തികളെ കുറിച്ച് മാത്രം അവരുടെ വംശപാരമ്പര്യം എന്താന്നാൽ എന്നാരംഭിച്ചുകൊണ്ട് അവർ ആ ഭാഗം വന്നിരിക്കുന്നത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തീരത്തില്ല. അറിയാഞ്ഞിട്ടല്ല, തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തേരഹിന്റെ വംശപാരമ്പര്യം. അവിടെ 3 മക്കളെ ജനിപ്പിക്കുന്നുണ്ട്: അബ്രാം, ഹാരാൻ, നാഹോർ. അബ്രാം, നിങ്ങളിവിടെ പറഞ്ഞാൽ ഉറങ്ങാതിരിക്കും കേട്ടല്ലോ. ഞാൻ എത്ര സമയം പറഞ്ഞാലും ഞാൻ ഉറങ്ങൂല, പക്ഷെ നിങ്ങൾ ഉറങ്ങിപ്പോകും. നിങ്ങൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എന്നോടൊപ്പം പറയണം. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ കാണാതെ പറയിക്കുമായിരുന്നു കേട്ടല്ലോ. ഉറങ്ങാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ എന്നോട് പറയണം. അതെ, തേരഹിന്റെ മക്കളുടെ പേരെന്താണ്? ഹാരാൻ, അബ്രാം, നാഹോർ. ഇവർ താമസിച്ചിരിക്കുന്ന സ്ഥലം കൽദയ പട്ടണമായ ഊര്. ഈ അബ്രാം ജനിച്ച സ്ഥലം കൽദയ പട്ടണമായ ഊര്. അവിടെയാണ് ഇവരെല്ലാം ജനിച്ചത്. അവിടെ ജനിച്ചപ്പോൾ ചില പ്രതികൂലങ്ങൾ തേരഹിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്തുകൊണ്ട് അവർ കൽദയ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെടണം എന്ന് തീരുമാനിച്ചത്? 2 പ്രധാന സംഭവങ്ങൾ ഉണ്ട്. ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നു. അവർ ഊരിൽ താമസിക്കുമ്പോൾ, കൽദയ പട്ടണമായ ഊരിൽ താമസിക്കുമ്പോൾ അവിടെ ശക്തമായ ഒരു വിദേശ ആക്രമണം ഉണ്ടായി. ഈ വിദേശ ആക്രമണത്തിൽ ഈ പട്ടണം നശിക്കപ്പെട്ടു. അതുകൊണ്ട് പലായനം ചെയ്യുന്നത് പോലെ ആ തേരഹ് തൻ്റെ മക്കളുമായി യാത്ര ചെയ്തു എന്നാണ് ഈ ഊർ പട്ടണത്തിന്റെ ചരിത്രം പറയുന്നത്. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൽദയ പട്ടണമായ ഊര്. എന്താണ്? കൽദയ പട്ടണമായ ഊര്. എന്താണ് കൽദയർ, എന്താണ് ഊര്? അതിന്റെ പ്രത്യേകത എന്ത്? കൽദയർ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അത് ജ്യോത്സ്യന്മാരുടെ പട്ടണമാണ്. കൽദയർ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം ജ്യോത്സ്യൻ. അപ്പൊ കൽദയ പട്ടണം എന്ന് വെച്ചാൽ ജ്യോത്സ്യന്മാരുടെ പട്ടണം. ആ സ്ഥലത്ത് അവർ ചന്ദ്രനെ ആരാധിക്കുന്നവരാണ്. ഇവരുടെ പ്രത്യേകത, ഈ ദേശത്തിന്റെ പ്രത്യേകത, അവർ ജ്യോതിഷത്തിൽ, ആകാശങ്ങളിലെ നിയമങ്ങളിൽ, ഹസ്തരേഖകളിൽ അവർ വിശ്വാസം അർപ്പിച്ചിരുന്നു. അതാണ് ഒരു ദുരന്തം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കേണ്ടുന്ന ജനം, ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ജനം, ദൈവത്തിൽ ആശ്രയം വയ്ക്കേണ്ടുന്ന ജനം ദൈവത്തെ വിട്ട് മാറി കൽദയരെ വിശ്വസിച്ചാൽ,
ജ്യോത്സ്യത്തിൽ വിശ്വസിച്ചാൽ, അന്യ ദൈവന്മാരെ വിശ്വസിച്ചാൽ അവിടെ ദൈവം ഉടച്ചു കളയുന്ന ഒരു ചരിത്രമാണ് ഇവിടെയുള്ളത്. അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ ഈ തേരഹിന്റെ കുടുംബത്തിന്റെ അകത്ത് 3 ദുരന്തമുണ്ടായി. ഈ 3 ദുരന്തങ്ങളാണ് തേരഹിനെ ഇവിടെ നിന്നും പുറപ്പെടുവാൻ അവനെ പ്രേരിപ്പിച്ചത്. ഒന്നാമത് തേരഹിന്റെ കുടുംബത്തിന്റെ അകത്തുണ്ടായ ദുരന്തം എന്ന് പറയുന്നത്, അവിടെ വച്ച് തൻ്റെ മകൻ ഹാരാൻ മരണപ്പെട്ടു. അപ്പൻ ജീവിച്ചിരിക്കെ അപ്പന്റെ മുൻപിൽ വെച്ച് അപ്പന്റെ മകൻ മരിക്കപ്പെട്ടു. അത് തലമുറകളിലുണ്ടായ വലിയൊരു നാശം തേരഹിനെ വല്ലാതെ ഉലച്ചു. രണ്ടാമത് അതിനകത്തുണ്ടായ ഒരു ദുരന്തം, ഈ ഹാരാന്റെ മകളായിരിക്കുന്ന മിൽക്കയെ ഹാരാന്റെ സഹോദരനായിരിക്കുന്ന നാഹോർ വിവാഹം കഴിച്ചു. അപ്പൻ മകളെ വിവാഹം കഴിച്ച് ഈ തേരഹിന്റെ കുടുംബത്തിനകത്ത് ഒരു ദുരന്തമുണ്ടായി, ആ ദുർനടപ്പുണ്ടായി. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, തേരഹിന്റെ മകനായ അബ്രാമിന്റെ ഭാര്യ സാറായ്ക്ക് മക്കളില്ല, അവൾ മത്സ്യയായിരുന്നു. തലമുറകൾ അടയ്ക്കപ്പെട്ടു. 1, തലമുറകൾ തകർക്കപ്പെട്ടു. 2, തലമുറകൾ അധാർമികതയിലേക്ക് പോയി. 3, തലമുറകൾ അടയ്ക്കപ്പെട്ടു. ഈ ദുരന്തം തേരഹിനെ വല്ലാതെ വല്ലാതെ അസ്വസ്ഥമാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഒരു വലിയ വലിയ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ്. എൻ്റെ വിശ്വാസം തെറ്റാണെങ്കിൽ, എൻ്റെ ആരാധന തെറ്റാണെങ്കിൽ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തെറ്റാണെങ്കിൽ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക് വരുവാൻ പോകുന്നത് അതിശക്തമായ പ്രതികൂലങ്ങളാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ തേരഹ് തൻ്റെ മകനായ അബ്രാമിനോട് പറഞ്ഞു, അബ്രാമേ, ഇവിടെ ജീവിക്കുവാൻ കൊള്ളില്ല. ഒരു പക്ഷേ നാഹോരിനോടും പറഞ്ഞിരിക്കും, നാഹോരെ, നമുക്ക് ഇവിടെ ജീവിക്കാൻ കൊള്ളില്ല. പക്ഷെ നാഹോർ ജീവിതത്തിൽ അധാർമികത മനഃപ്പാടമാക്കിയത് കൊണ്ട് അപ്പന്റെ വാക്ക് കേട്ടില്ല. ഈ തേരഹ് അബ്രാം തന്റെ അപ്പനായ തേരഹിന്റെ വാക്ക് കേട്ടിട്ട്, ശരിയാണപ്പ, ഇവിടെ നിന്ന് നമുക്ക് മാറാം, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, എൻ്റെ ഭാര്യ മത്സ്യയായിരിക്കുകയാണ്, ഒരുപക്ഷെ ഈ കൽദയരുടെ പ്രശ്നമായിരിക്കാം, അതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ തേരഹ് നോക്കി, എവിടെ പോയാൽ ജീവിക്കുവാൻ കൊള്ളാം? തേരഹ് പറഞ്ഞു, നമുക്ക് കനാൻ ദേശത്ത് പോകാം, അവിടുത്തെ ജീവിതം നന്നായിരിക്കുന്നു. പക്ഷേ ഈ അബ്രാം യാത്ര പുറപ്പെടുന്ന സമയം കനാൻ മരുഭൂമിയായിരുന്നു, കനാൻ വരണ്ട ദേശമായിരുന്നു, കനാൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ട് തേരഹും അബ്രാമും ലോത്തും സാറയും കൂടെ നേരെ യാത്ര പുറപ്പെട്ടു. ഇവർ യാത്ര പുറപ്പെട്ടു വരുമ്പോൾ ഇടയ്ക്കൊരു സ്ഥലം കണ്ടു, കൊള്ളാം. ആ സ്ഥലത്തിന്റെ പേരാണ് ഹാരാൻ. ഈ ഹാരാൻ എന്തുകൊണ്ട് അവിടെ അബ്രാം അവിടെ താമസിച്ചു? ഒന്നാമത് അവർ അവിടെ നിന്ന് പുറപ്പെട്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ട് അവർ വന്ന് താവളമടിച്ച സ്ഥലമാണ് ഹാരാൻ. അബ്രാമിന്റെ മൂത്ത മകന്റെ പേര് ഹാരാൻ. അബ്രാമിന്റെ മൂത്ത മകന്റെ പേര് ഹാരാൻ. ഹാരാൻ എന്നതിന് എബ്രായ ഭാഷയിലെ അർത്ഥം പർവ്വതത്തിൽ കയറുന്നവൻ. ഹാരാൻ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം പർവ്വതത്തിൽ കയറുന്നവൻ എന്ന് വെച്ചാൽ സ്വന്തം അധ്വാനം കൊണ്ട് ഒരുപാട് നന്മയുണ്ടാക്കുന്നവൻ എന്നർത്ഥം. സ്വന്തം പ്രയത്നത്തിൽ ഒരുപാട് ഉയർച്ച നേടുന്നവൻ എന്നർത്ഥം. സ്വന്തം കഴിവുകൾ കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം സാമർഥ്യം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് ഈ ഹാരാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇവൻ അവിടെ പോയി താമസിച്ചു. അവന്റെ പേര് പോലെ തന്നെ ഒരുപാട് നന്മ അവിടെ ഉണ്ടാകുന്നു. തേരഹ് അധ്വാനിച്ചു.
ഈ തേരഹ് നന്നായിട്ട് അധ്വാനിച്ചു, ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഒരുപാട് നന്മകൾ ഉണ്ടാക്കി, ഒരുപാട് ആളുകളെ ഉണ്ടാക്കി, കാള, ആട്, അതെ, സ്വർണമെല്ലാം ഉണ്ടാക്കി. പക്ഷെ അവിടെ താമസിക്കുമ്പോൾ ഇതാ തേരഹ് മരിച്ചു. ഈ തേരഹിന് മറ്റൊരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് വരണ്ട മരുഭൂമി. സകലതും ഉണ്ടെന്ന് തോന്നിയാലും ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്ത തകർന്ന സ്ഥലത്തിന്റെ പ്രതീകമാണ് ഈ ഹാരാൻ എന്ന ഈ സ്ഥലം. ഈ തേരഹ് അധ്വാനിച്ച് ഈ സ്ഥലത്തിന് ഹാരാൻ എന്ന അർത്ഥം കൊടുത്തു. ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവ് കൊണ്ട്, അവന്റെ സാമർഥ്യം കൊണ്ട്, അവന്റെ സ്വാധീനം കൊണ്ട് ഒരുപാട് ഉയരുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ഹാരാൻ. എന്നാൽ ഒരു സ്ഥലം വരുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്ത മരുഭൂമിയുടെ വരണ്ട അവസ്ഥയാണ് ഈ ഹാരാൻ. അവിടെ വെച്ച് തേരഹ് മരിച്ചു. തേരഹിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായി. വേഗത്തിൽ ഞാൻ ഓടിപ്പോവുകയാണ്. ഇതിനെ ഒന്നും ഞാൻ സന്ദേശമെടുത്ത് നിങ്ങളിലേക്ക് അത് അയക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല, സമയം. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്, ദൈവത്തിൻ്റെ സന്ദേശങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഒത്തിരി 1.5 മണിക്കൂർ നിങ്ങളിവിടെ ഇരിക്കേണ്ടി വരും. 10 മണിക്കേ പോകാൻ പറ്റൂ. ഏതായാലും എനിക്ക് 9 മണിക്കേ പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ സന്ദേശങ്ങളൊന്നും എടുക്കാതെ വേഗത്തിൽ ഞാൻ പോകുകയാണ്. അവിടെ അബ്രാമിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അബ്രാമിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവേ, അന്ന് ദൈവമാണ്, യഹോവയാണ് ദൈവമെന്ന് അറിയത്തില്ല. കൽദയരുടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനാണ്. അവന്റെ പശ്ചാത്തലം എല്ലാം അങ്ങനെയാണ്. അവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് നീ ഒരു തലമുറയെ തരുന്നില്ല? ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, എന്തുകൊണ്ട് എനിക്ക് ഉറപ്പുള്ള ഒരു വംശത്തെ എനിക്ക് തരുന്നില്ല? ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഈ അബ്രാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ദൈവം അബ്രാമിനോട് വന്ന് പറഞ്ഞു, അബ്രാമേ, നിന്റെ പ്രാർത്ഥന വലുതാണ്, നിന്റെ പ്രാർത്ഥന വലുതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ തലമുറകളെ പോലും ദീർഘവീക്ഷണം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളൊന്ന് പഠിച്ചാൽ നമ്മുടെ താൽക്കാലികമായ വിഷയങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന വെറും ചുരുങ്ങിയതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അബ്രാമിന്റെ പ്രാർത്ഥന, ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് നന്നായിരിക്കണം, ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് സർവ്വതും ഉണ്ടാകണം എന്നല്ല അബ്രാമിന്റെ പ്രാർത്ഥന. അബ്രാമിന്റെ പ്രാർത്ഥന, കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് എന്റെ തലമുറകളിൽ നന്മയുണ്ടാകണം, എന്റെ വിശ്വാസം കൊണ്ട് എന്റെ തലമുറകളിൽ നന്മയുണ്ടാകണം, എന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ തലമുറകളിൽ നന്മയുണ്ടാകണം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി കൊടുക്കുവാൻ അബ്രാം ആരാധിച്ച ഒരു ദൈവത്തിനും കഴിഞ്ഞില്ല. കൂടാതെ എന്തെല്ലാം പ്രാർത്ഥിച്ചുവോ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് വിപരീതമായ സംഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അബ്രാമിനോട് വന്ന് പറയുന്ന, അബ്രാമേ എന്ന് വിളിച്ചു. അബ്രാമിനോട് ദൈവം പറഞ്ഞു, അബ്രാമേ, നിനക്കൊരു പുറപ്പാടുണ്ടാകണം. ഒന്ന്, കൽദയരുടെ ദേശം, അത് മന്ത്രവാദികളുടെയും ജ്യോതിഷ വിശ്വാസത്തിന്റെയും ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വിട്ടു പുറപ്പെടുന്ന ഒരു ജീവിതയാത്ര അബ്രാമേ നിനക്കുണ്ടാകണം. രണ്ടാമത് ദൈവം അബ്രാമിനോട് പറയുന്നു, അബ്രാമേ, നീ ഇവിടം വിട്ടു പുറപ്പെടണം, ഹാരാൻ വിട്ടു പുറപ്പെടണം. നിന്റേതായ കഴിവുകളെല്ലാം ഉണ്ടായി, പക്ഷേ നീ ഇവിടം വിട്ടു പുറപ്പെടുമ്പോൾ നിന്റെ പിതൃഭവനത്തെ, നിന്റെ ദേശത്തെ, നിന്റെ ചാർച്ചക്കാരെ നീ വിട്ടു പുറപ്പെടണം. എന്താ പ്രത്യേകത? അബ്രാമേ, നിന്റെ ദേശം അതേ അന്യാരാധനകളുടെ കൽദയ വിശ്വാസത്തിൽ അതേ ഉറച്ചു നിൽക്കുന്ന ദേശമാണ്. നിനക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തെ തടഞ്ഞു കളയുന്ന, ദൈവിക ബന്ധത്തെ തടഞ്ഞു കളയുന്ന
വിശ്വാസവും ആചാരവും നിന്റെ ദേശത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ, നിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് നിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. നീ വിട്ടു പുറപ്പെടുക. 2, നിനക്ക് പിതൃപാരമ്പര്യത്തെ വിട്ടു പുറപ്പെടണം. ഒത്തിരി പേര് നന്മ അനുഭവിക്കാത്തതിന് കാരണം അവർക്ക് പാരമ്പര്യത്തിന്റെ അഭിമാനമാണ്. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് അത് ഡീക്കനായിരുന്നു, എൻ്റെ പിതാവ് ബിഷപ്പായിരുന്നു. ഒത്തിരി തലമുറകൾ കൊണ്ട് ഞങ്ങൾ തോമാശ്ലീഹയുടെ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. നിന്റെ പാരമ്പര്യത്തെ വിട്ടുകള. നിന്റെ അപ്പൻ വിശ്വാസിയാണെങ്കിൽ നിന്റെ അപ്പൻ സ്വർഗത്തിൽ പോയി. അതെ, അപ്പൻ പച്ചമുന്തിരിങ്ങ കടിച്ചാൽ മകനെ നിന്റെ പല്ല് പൊളിക്കുകയില്ല. അപ്പൻ വിശുദ്ധനായി ജീവിച്ചാൽ മകനെ നിനക്ക് ദൈവത്തിന്റെ വാഗ്ദാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യത്തിന്റെ ദുരഭിമാനം കളഞ്ഞ് നീയും ദൈവവുമായി വ്യക്തമായ വ്യക്തിപരമായ ഒരു ഉടമ്പടിയുടെ ആരംഭം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. 3 അബ്രാമിനോട് ദൈവം പറഞ്ഞ, അബ്രാമേ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായിരിക്കുന്നത് നിന്റെ ചാർച്ചക്കാരാണ്. അവരുടെ സ്വഭാവം, അവരുടെ ആചാരം, അവരുടെ ഉപദേശം, അവരുടെ താക്കീത്, ഇതെല്ലാമാണ് നിന്നെ നിയന്ത്രിക്കുന്നത്. ഇത് നീ വിട്ടുകളഞ്ഞേ പറ്റത്തുള്ളൂ. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് അടുത്ത ദൈവം ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വല്ലാത്ത ഒരു ഇതാണ്. അത് ഞാൻ ഒത്തിരി ചിന്തിച്ചു, കർത്താവേ, നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അതെ, നീ ഇവിടെ ഇന്ന സ്ഥലത്തേക്കാണ് നീ കടന്നു പോകേണ്ടത് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് നേടിയെടുക്കുന്നതല്ല, കണ്ണിന് കാണാതിരിക്കുന്നത് വിശ്വാസത്താൽ നേടിയെടുക്കുന്നതാണ്. അതെ, ആത്മീക യാത്രയുടെ രഹസ്യം. നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് നേടിയെടുക്കുന്നത്, നിന്റെ കഴിവ് കൊണ്ട് സാധ്യമായത് നേടിയെടുക്കുന്നത്, നിന്റെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായത് നേടിയെടുക്കുന്നത് അബ്രാമേ ആത്മീക യാത്രയുടെ ഒരു അടയാളമല്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കുന്നത്, നിന്റെ വിശ്വാസത്തിന് അപ്പുറത്തുള്ളത്, നിന്റെ സാധ്യതകൾക്ക് അപ്പുറത്തുള്ളത് നീ നേടിയെടുക്കുമ്പോഴാണ് നിന്നെ എൻ്റെ മകൻ എന്ന് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. അത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് പോകേണ്ടി വരും. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനങ്ങളിലെ പല ഉപദേശങ്ങളും പല ദൈവശബ്ദത്തോടും കണക്ട് ചെയ്താലേ ആ വാക്യത്തിന്റെ ആഴങ്ങളെ പഠിക്കാൻ പറ്റൂ. അത് ഞാൻ അവിടെ നിർത്തുകയാണ്. 3 ദൈവം അബ്രാമിനോട് പറയുന്നു, ദൈവമക്കളുടെ യാത്ര വെറുതെയുള്ള യാത്രയല്ല, ചില വാഗ്ദത്തങ്ങളോടുകൂടിയ യാത്രയാണ്. ചില വാഗ്ദത്തങ്ങളോടുകൂടെ യാത്രയാണ്. ഇതാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. അതായത് യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, പത്രോസിനെ വിളിക്കുമ്പോൾ യേശു പറഞ്ഞു, പത്രോസേ, നീ എൻ്റെ പുറകെ വരിക. പത്രോസിന് ഈ കടലിന്റെ ചലനം കണ്ട് മത്സ്യത്തിന്റെ സമ്പത്ത് മനസ്സിലാക്കി അവന് മീൻ പിടിക്കുവാൻ കഴിയും. ഈ പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. ദൈവത്തിന്റെ പൈതലേ, വാഗ്ദത്തമില്ലാതെ ഒരു ദൈവ പൈതലിന് യാത്രയില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമില്ലാതെ ഒരു ദൈവ പൈതലിന് യാത്രയില്ല. ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് 5 അനുഗ്രഹങ്ങളോടുകൂടെ ഞാൻ നിന്നെ വിളിക്കുകയാണ്, വരിക. ഈ 5 അനുഗ്രഹങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 5 അനുഗ്രഹങ്ങളും വിശദീകരിക്കാൻ ഒത്തിരിയുണ്ട്. ഈ അബ്രാമിനെ കുറിച്ച് അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവം കൽപ്പിച്ചത് പോലെ അബ്രാം പുറപ്പെട്ടു. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം കൽപ്പിച്ചത് പോലെ അബ്രാം പുറപ്പെട്ടു. പക്ഷെ നമ്മുടെ അവസ്ഥയിൽ ദൈവം കൽപ്പിച്ചത് കൊണ്ട് നമ്മൾ യാത്ര പുറപ്പെട്ടു. ദൈവം കൽപ്പിച്ചത് കൊണ്ട് യാത്ര പുറപ്പെട്ടു.
ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞായറാഴ്ച വരണം അല്ലേ? ക്രിസ്ത്യാനി ആയതുകൊണ്ട് CSI കാരനായതുകൊണ്ട് ഞായറാഴ്ച വരണം. പക്ഷെ അങ്ങനെയുള്ളവർക്കല്ല ദൈവത്തിന്റെ പ്രത്യേകതയുള്ളത്. എല്ലാവരും അങ്ങനെയാ. പക്ഷേ ദൈവം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുവാൻ കൽപ്പിച്ചതുപോലെ ആരാധനയ്ക്ക് വരുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കും. അതെ, ദൈവം കൽപ്പിച്ചതുപോലെ എങ്ങനെയാണ് ആരാധനയ്ക്ക് വരേണ്ടത്, എങ്ങനെ ആരാധിക്കണം, ആരാധനയുടെ മഹത്വം എങ്ങനെ ആയിരിക്കണം, അതിന്റെ വിശ്വാസം എങ്ങനെ, അതിന്റെ പ്രാർത്ഥന എങ്ങനെ, അതിന്റെ വചനം എങ്ങനെ, ഇതെല്ലാം ദൈവം പറഞ്ഞതുപോലെ നടക്കുന്നിടത്ത് ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇതാണ് അബ്രഹാം. ദൈവം കൽപ്പിച്ചതുപോലെ അവൻ യാത്ര പുറപ്പെട്ടു. അവൻ യാത്ര പുറപ്പെട്ട് കുറേ ദൂരം വന്നപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ നിർത്തം. ഞാൻ എൻ്റെ കണ്ണ് എപ്പോഴും നോക്കുകയാണ്. അതെ, കുറെ ദൂരം വന്നപ്പോൾ അവിടെ ഈ കനാൻ ദേശത്തിലെത്തി. കനാൻ ദേശത്തിലെത്തിയപ്പോൾ അബ്രാം പുറപ്പെട്ടത് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടത് എവിടേക്ക് പോകാനാണ്? കനാനിലേക്ക് പോകാൻ. ഊരിൽ താമസിക്കുമ്പോൾ തേരഹ് പറഞ്ഞു, വരിക, നമുക്ക് കനാനിലേക്ക് പോകാം. ഈ യാത്ര ഇതിനകത്ത് ഒരുപാട് ദൈവത്തിന്റെ താക്കീതുകളുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല. ഈ കനാനിലേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടവൻ ഹാരാനിൽ തങ്ങി. ഇപ്പോൾ എന്തായാലും ഈ അബ്രഹാം എവിടെ എത്തി? കനാനിലെത്തി. അന്ന് രാത്രിയാണ് ആദ്യമായിട്ട് ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടാകുന്നത്. അതെ, അവിടെ വച്ചാണ്, ഈ സ്ഥലത്ത് കാനാനിൽ എത്തിയപ്പോഴാണ് ഈ പ്രത്യക്ഷത ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇവിടമാണ് നീ അവന് കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്താ? ഈ അബ്രാമിനെ കനാൻ ദേശമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അങ്ങ് തീരുമാനിച്ചതിന്റെ രഹസ്യം എന്താ? ദൈവം പറഞ്ഞു, അബ്രഹാമിന്റെ അപ്പനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, എനിക്ക് കനാനിന്റെ പോയി താമസിക്കണമെന്ന്. അതാണ് രഹസ്യം. അതുകൊണ്ടാണ് അവിടെ എത്തിയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇതിന് ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി കൊടുക്കും. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ മക്കൾക്കുള്ള വാഗ്ദത്തമാണ്, അവകാശമാണ്. അത് യാത്രയിൽ എൻ്റെ മക്കൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. തേരഹ് പ്രാർത്ഥിച്ചു, തേരഹ് ആഗ്രഹിച്ചു, തേരഹ് യാത്ര പുറപ്പെട്ടു. പക്ഷെ തേരഹിന് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ലെങ്കിലും, അബ്രാം അവിടെ എത്തി. അബ്രാമിന് അവകാശമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അബ്രാമിന്റെ സന്തതിക്ക് അത് അവകാശമായി കിട്ടി. ഇതാണ് വേദപുസ്തകത്തിലെ വിശ്വാസത്തിന്റെ മർമ്മങ്ങളിൽ ചിലത്. അവിടെ താമസിച്ചു. ദൈവം പറഞ്ഞു, അല്ലേ അബ്രാമേ, ഇത് നിനക്ക് തരത്തില്ല, പക്ഷെ നിന്റെ മക്കൾക്ക്, സന്തതിക്ക് എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് അത് അവകാശമായി കൊടുക്കും. അവൻ നേരെ പോയത് ബേഥേലിൽ പോയി. അവിടെ ഒരു യാഗപീഠം പണിതു, പക്ഷെ അവിടെ ആരാധിച്ചില്ല. അബ്രാം ആ യാഗപീഠം പണിതു, അവിടെ ആരാധിച്ചില്ല. നമ്മെല്ലാം യാഗപീഠം പണിയുന്നു, ദൈവത്തെ ആരാധിക്കുന്നില്ല. ആലയത്തിൽ വരുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നില്ല. മണിയടി നാദം മുഴങ്ങിയാൽ ഈ ആലയത്തിൽ വരുന്നുണ്ട്. അതെ, നാം ബേഥേലിൽ വരുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ആരൊക്കെയാണെന്ന് ദൈവത്തിനെ അറിയാത്തുള്ളൂ. അവൻ അവിടെ ബേഥേലിൽ ഒരു യാഗപീഠം പണിതു, അവൻ ആരാധിച്ചില്ല. അവിടെ നിന്ന് വീണ്ടും ഒരു മല കയറി കിഴക്ക് വശത്തെത്തി. കിഴക്ക് വശത്തെത്തിയപ്പോഴാണ് അബ്രാം മനസ്സിലാകുന്നത്, അതിൻ്റെയും കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് ഹായി എന്ന പട്ടണമാണ്. ബേഥേൽ നല്ല പട്ടണമാണ്. ശ്രദ്ധിക്കണമേ, ഈ കനാൻ കഴിഞ്ഞിട്ട് വരുന്ന ബേഥേൽ അന്ന് അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ പട്ടണമാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെത്തിയപ്പോൾ അടുത്തു വരാൻ പോകുന്ന പട്ടണം ഹായി പട്ടണം. ഈ ഹായി പട്ടണം ശാപത്തിന്റെ, നാശത്തിന്റെ, ദുരന്തത്തിന്റെ, അതേ കണ്ണുനീരിന്റെ പട്ടണമാണ്. അബ്രാമിന് മനസ്സിലായി, ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക. ഒരു ഭാഗത്ത് ശാപം, ഒരു ഭാഗത്ത് അനുഗ്രഹം.
ഒരു ഭാഗത്ത് നന്മകൾ, ഒരു ഭാഗത്ത് ദുരന്തങ്ങൾ. ഇതിന്റെ നടുവിലെത്തിയ അബ്രാഹാം അവിടെ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഇതുവരെയും അബ്രാഹാം ചെയ്തിട്ടില്ലാത്തത്, വേദപുസ്തകത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തു. അവിടെ ഒരു കൂടാരം അബ്രാഹാം ആദ്യമായി അടിച്ചു. വേദപുസ്തകത്തിൽ കൂടാരം അടിച്ച ആദ്യത്തെ സംഭവം അതാണ്. 2, അവിടെ ഒരു യാഗപീഠം പണിതു. അതെ. 3, അവിടെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഈ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചത് കൊണ്ട് അബ്രാമിന് എന്ത് പ്രയോജനമുണ്ടായി? ഒന്ന്, എന്തുകൊണ്ട് ആരാധിച്ചു? അതെ, ഒരു ഭാഗത്ത് ഹായി പട്ടണം, മറുഭാഗത്ത് ബഥേൽ. ഒരു ഭാഗത്ത് ശാപം, മറുഭാഗത്ത് അനുഗ്രഹം. ഇതിൻ്റെ നടുവിൽ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് പോകണമെങ്കിൽ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? തുടർന്നുള്ള അബ്രാമിന്റെ യാത്രയിൽ തകർന്നു പോകാമായിരുന്ന, തൻ്റെ കുടുംബം നശിച്ചു പോകാമായിരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വന്നു. അവിടെയെല്ലാം തകർന്നു പോകാതെ അബ്രാം രക്ഷപ്പെട്ടത് അവൻ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചത് കൊണ്ടാണ്. ഒന്ന്, കൽദയരുടെ പട്ടണം വിട്ടു. അന്യാരാധനയുടെയും ഹസ്തരേഖയുടെയും ജ്യോതിഷത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങൾ വേണ്ടെന്ന് വച്ചു. 2, ഹാരാനിലെ സമൃദ്ധി, ഈ ഭൗതികമായ നന്മയിൽ ഒത്തിരി ഉണ്ടെങ്കിലും അവിടെ അനുഭവിച്ച തകർച്ച ഇനി ഇവിടെ താമസിക്കാൻ കൊള്ളത്തില്ല, അതിനെ ഉപേക്ഷിച്ചു. 3ാമത് ദൈവം അരുളി ചെയ്തിട്ട് അബ്രാം ഉപേക്ഷിച്ചത് നാം കേട്ടല്ലോ, വീണ്ടും ആവർത്തിക്കുന്നില്ല. അബ്രാം യാത്ര പുറപ്പെട്ടത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ കാണാനിരിക്കുന്ന ദേശം. 3ാമത് വാഗ്ദത്തത്തോടെ യാത്ര ചെയ്തു. ഈ യാത്രയിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. അവസാനം ദൈവത്തെ ആരാധിച്ചു. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ലോകത്തിൽ ഒരു ഭാഗത്ത് ഹായി പട്ടണമുണ്ട്. ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും തകർച്ചയുടെയും കണ്ണുനീരിൻ്റെയും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഭാഗമുണ്ട്. മറുഭാഗത്ത് ബേഥേൽ പട്ടണമുണ്ട്. അനുഗ്രഹത്തിൻ്റെയും വാഗ്ദത്തത്തിൻ്റെയും നന്മയുടെയും ശ്രേഷ്ഠതയുടെയും പട്ടണമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് നമ്മുടെ ജീവിതമായിരിക്കുന്നത്. ഈ യാത്രയിൽ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ ആരംഭിക്കുക ദൈവസന്നിധിയിലെ കൂടാരം, ഇവിടെ ആരംഭിക്കുക ദൈവസന്നിധിയിലെ യാഗപീഠം, ഇവിടെ ആരംഭിക്കുക ദൈവസന്നിധിയിലുള്ള ആരാധന. ഈ ആരാധനയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കൊത്തവണ്ണം യാത്ര ചെയ്യുവാനിടയാക്കി മാറ്റിയത്. അതിന് വരും നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യാത്രയിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അനുഭവിച്ചുകൊണ്ട് പുതിയൊരു ദർശനത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ, എന്നെ ദൈവം ആക്കി തീർത്ത സ്ഥലത്ത് എനിക്കൊരു കൂടാരമടിക്കുവാൻ, അവിടെ സമർപ്പണത്തിൻ്റെ ഒരു യാഗപീഠം പണിയുവാൻ, അവിടെ ആരാധനയുടെ ഒരു ആരംഭം കുറിക്കുവാൻ എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് ധന്യമാക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കണ്ണുകളെ അടച്ച് ശാന്തമായി ദൈവസന്നിധിയിൽ ശോധന ചെയ്യുവാൻ, ആലയത്തിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് യോഗ്യരായി തീരുവാൻ, ഉപേക്ഷിക്കേണ്ട, വിട്ടു പുറപ്പെടേണ്ടുന്ന
ഈ അവസ്ഥകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസ സംബന്ധമായി കൽദയരുടെ ദേശത്ത് നിന്നും നാം പുറപ്പെട്ടിട്ടാണോ ഈ സ്ഥലത്ത് ആരാധിക്കുവാൻ വന്നിരിക്കുന്നത്? ഭൗതിക സംബന്ധമായി ഈ ലോകത്തിന്റെ നന്മകളെ ആഗ്രഹിച്ചുകൊണ്ട്, ലോകത്തിന്റെ ഉന്നതികളെ ആശ്രയിച്ചുകൊണ്ട് ഹാരാനിൽ സ്വന്തം യോഗ്യതയെ, സ്വന്തം അധികാരത്തെ, സ്വന്തം കഴിവുകളെ സ്വന്തം നേട്ടത്തിന് വേണ്ടി എടുക്കുവാൻ കഴിയുന്ന ആ ഒരു സാധ്യതയിലായിരിക്കുന്നുവെങ്കിൽ വേദപുസ്തകം പറയുന്നു, അതിനെ വിട്ട് പുറപ്പെടുക. മൂന്നാമത് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിച്ചുവല്ലോ, 3 കാര്യങ്ങൾ ജീവിതത്തെ കെട്ടുമുറുക്കിയിരിക്കുന്ന, ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന ഈ ദേശത്തിന്റെ സ്വാധീനം, പാരമ്പര്യത്തിന്റെ സ്വാധീനം, ബന്ധങ്ങളുടെ സ്വാധീനം, അതിൽ നിന്നെല്ലാം പുറപ്പെട്ടിട്ട് യാത്ര ചെയ്യുക. കർത്താവേ, അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ കണ്ണ് കണ്ടിട്ടില്ല, എന്റെ ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, എന്റെ കണ്ണിൽ കാണാതിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ എന്റെ അവകാശമാക്കി ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ എന്നെ നീ അനുഗ്രഹിക്കണം കർത്താവേ. ഞാനിതാ ഹായിക്കും ബേഥേലിനും ഇടയിലായിരിക്കുന്നു. ഞാനിത് സമർപ്പിക്കുന്നു. ഞാൻ യാഗപീഠം പണിയുന്നു. ഞാനിത് സമർപ്പിക്കുന്നു. ഞാനിത് കൂടാരം അടിച്ചിരിക്കുന്നു. ഞാനിത് കൂടി വന്നിരിക്കുന്നു. ഞാനിത് യഹോവയെ ആരാധിക്കുന്നു. ഈ ആരാധനയുടെ സമർപ്പണത്തിന്റെ അതേ ഹല്ലേലൂയ, ഈ കർത്താവേ കൂടിവരവിന്റെ ദൈവിക പദ്ധതിയിൽ നിന്നുകൊണ്ട് തുടർന്ന് യാത്ര ചെയ്യുവാൻ, തുടർന്ന് ആരാധിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ, ആമേൻ.